ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. യേശു തമ്പുരാൻ പത്രോസിനോടും അദ്ദേഹത്തിൻ്റെ സഹോദരനായ അന്ത്രയോസിനോടും പറയുന്ന വാക്കുകളാണ്. സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി, സ്വർഗരാജ്യത്തിൻ്റെ മുഖ്യവേലയ്ക്കായിട്ട് 4 മുക്കുവന്മാരെ കർത്താവ് വിളിച്ച് തൻ്റെ ശിഷ്യന്മാരായി വേർതിരിക്കുന്ന സംഭവമാണ് ഈ ചെറിയ ഭാഗത്ത് നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത്. കർത്താവ് യേശുതമ്പുരാൻ ഗലീല കടൽപ്പുറത്തുകൂടി ഇങ്ങനെ നടക്കുമ്പോൾ പത്രോസും സഹോദരനായ അന്ത്രയാസും കടലിൽ മീൻ പിടിക്കുന്നത് കണ്ടു, വല വീശുന്നത് കണ്ടു. അപ്പോൾ അവരോട് കർത്താവ് പറഞ്ഞു, എൻ്റെ പിന്നാലെ അനുഗമിക്കുക. ഉടനെ തന്നെ എതിർപ്പൊന്നും പറയാതെ തന്നെ അവരേർപ്പെട്ടിരിക്കുന്ന ആ വേല, മീൻപിടുത്തം, വലവീശലൊക്കെ നിർത്തിയിട്ട് കർത്താവിനെ അനുഗമിക്കുകയാണ്. പിന്നെയും കർത്താവ് കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോൾ യാക്കോബും യോഹന്നാനും, സഹോദരങ്ങളായ യാക്കോബും യോഹന്നാനും അവരുടെ അപ്പനായ സെബദിയുടെ കൂടെ കരയിൽ വല നന്നാക്കുന്നത് കണ്ടുകൊണ്ട്. അപ്പോൾ ആ യാക്കോബിനോടും യോഹന്നാനോടും കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ. ഉടനെ തന്നെ എതിർപ്പൊന്നും പറയാതെ ആ യാക്കോബും യോഹന്നാനും തങ്ങളുടെ അപ്പനായ ആ സെബദിയെയും വലയും വിട്ട് കർത്താവിനെ അനുഗമിക്കുക. അന്ധകാരത്തിൽ ആയിരുന്ന ഈ 4 വ്യക്തികൾ ജ്വലിച്ച് പ്രകാശിക്കുന്ന അത്ഭുത പ്രകാശമായ ആ ക്രിസ്തുവിലേക്ക് വരികയാണ്. അപ്പോൾ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടായി, ഒരു മാനമുണ്ടായി, മൊത്തത്തിൽ ഒരു രൂപമാറ്റമുണ്ടായി. ഇവർ സകലവും ഉപേക്ഷിച്ച്, അതായത് ജ്വലിച്ച് പ്രകാശിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇവർ അവരുടെ മത്സ്യബന്ധനത്തിൽ അതിനിപുണരായിരുന്നു. അവരുടെ ആ പരിചിതമായ സാഹചര്യം, അവരുടെ ഉപജീവനം ഒക്കെ വിട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിക്കുക. അങ്ങനെ അനുഗമിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു മാനമുണ്ടായി, ഒരു അർത്ഥമുണ്ടായി. ഒന്നും അറിയാത്തവരായിരുന്ന അവരൊക്കെ കർത്താവിൻ്റെ ആ ശിഷ്യന്മാരായി കഴിഞ്ഞപ്പോൾ പ്രാഗൽഭ്യമുള്ളവരായി, അതായത് അസാമാന്യമായ കഴിവുള്ളവരായി, അസാമാന്യ ധൈര്യമുള്ളവരായി. അതായത് ഇതെല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ പിൻപറ്റുവാൻ അസാമാന്യ ധൈര്യം വേണം. ആ ധൈര്യം എല്ലാവർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ സകലവും വിട്ടു തന്നെ അനുഗമിച്ചുവല്ലോ. അപ്പനെയും അമ്മയും സഹോദരങ്ങളെയും സഹോദരികളെയും ഭാര്യയും മക്കളെയും ഞങ്ങളുടെ നിലങ്ങളെയും സമ്പത്തുകളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുക, ഞങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? കർത്താവിൻ്റെ ഉത്തരം വളരെ പെട്ടെന്നായിരുന്നു, നിങ്ങൾക്ക് കഷ്ടതയാണ് കിട്ടുന്നത്. എൻ്റെ കൂടെ എൻ്റെ പിന്നാലെ വരുമ്പോൾ നിങ്ങൾക്കുള്ളത് ഈ ലോകത്തിൻ്റെ സമ്പത്തോ സുഖമോ ആഹ്ലാദമോ ഒന്നുമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കഷ്ടത, ആ കഷ്ടത എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ള കഷ്ടതയെക്കാട്ടിൽ 100 മടങ്ങായിരിക്കും. സാധാരണ ഒരു ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന കഷ്ടതയെക്കാട്ടിൽ അതിനേക്കാൾ 100 മടങ്ങായിരിക്കും ക്രിസ്തുവിനെ, ദൈവത്തെ പിൻപറ്റി നടക്കുകയാണെങ്കിൽ. അപ്പോൾ എന്നാൽ അത് കഴിഞ്ഞ കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട്, എന്നാൽ വരുവാനുള്ള ലോകത്തിൽ ജീവൻ്റെ കിരീടം പ്രാപിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് നിത്യ ജീവനാണ്, കർത്താവിനോടുകൂടിയുള്ള നിത്യമായ വാസമാണ്. ഈ ലോകം നശ്വരമാണ്, നമ്മളിവിടെ താൽക്കാലികമായിട്ടാണ്, പരദേശവാസമാണ്. ഈ ലോകത്തിനും അപ്പുറം ഒരു ജീവിതം യഥോസ്തം പരിശോധിച്ച് നമുക്ക് കാണുവാൻ പറ്റും. ആ ജീവിതത്തെ പിൻപറ്റണമെങ്കിൽ നമ്മൾ സകലവും ഉപേക്ഷിച്ച് ഈ കർത്താവിനെ പിൻപറ്റണം. സകലവും ഉപേക്ഷിക്കുക എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ കുറച്ചൊക്കെ വേണം. ആ സകലവും ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് നമ്മളെ സംരക്ഷിച്ചു നിൽക്കുന്നതായ നമ്മുടെ ചില മിഥ്യാബോധങ്ങളുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാടുമുള്ള കപട വാഗ്ദാനങ്ങളുണ്ടല്ലോ, അതൊന്നുമല്ല നമ്മളെ സംരക്ഷിക്കുന്നുള്ള ബോധ്യമാണ് നമ്മളെ ഭരിക്കേണ്ടത്. ആ സംരക്ഷിക്കുന്ന നമ്മുടെ ഈ ലോകത്തിൻ്റെ സമ്പത്ത്, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, നമ്മുടെ പൊള്ളയായ നമ്മുടെ പരിചിതരുടെയൊക്കെ വാഗ്ദാനങ്ങൾ അതൊന്നുമല്ല നമ്മളെ സംരക്ഷിക്കുന്നത്. നമ്മളെ സംരക്ഷിക്കുന്നത് ഈ കർത്താവിൻ്റെ പിന്നാലെ ചെല്ലുമ്പോൾ ആ കർത്താവിൻ്റെ പിന്നാലെ നമുക്ക് പ്രതിഫലമുണ്ടല്ലോ.
നിത്യമായ വാസം അതാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. നമുക്കറിയാം, അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസും സഹശിഷ്യന്മാരെന്ന് പ്രസംഗിക്കുകയാണ്. അതായത് കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം, പുനരുത്ഥാനത്തിന് ശേഷം യെരുശലേമിൽ വന്നുകൂടിയ അനേകായിരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന ജനങ്ങളുണ്ട്. അവരുടെ മധ്യേ നിന്നുകൊണ്ട് പത്രോസും 17 പേർ സംസാരിക്കാൻ. പത്രോസ് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ ഈ കൂടി നിന്നവരുടെ എല്ലാം ഹൃദയത്തിൽ കുത്തുകൊണ്ടു. കത്തി കൊണ്ട് എങ്ങനെ കുത്തുന്നോ അതുപോലെ കുത്തുകൊള്ളുകയാണ്. അങ്ങനെ കുത്തുകൊണ്ടതിന് ശേഷം അവരോട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പം പത്രോസ് അവരോട് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിച്ച് സ്നാനമേൽക്കണം, നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടും. അന്ന് തന്നെ 3000-ലധികം പേരാണ് സഭയോട് ചേർന്നത്. അതേ വാഗ്ദാനം അവിടെ നിറവേറുകയാണ്. കർത്താവ് ഈ 19-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാണ്. അതുപോലെ തന്നെ ആ വാഗ്ദത്തം അവിടെ നിറവേറുന്ന മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ. പ്രിയമുള്ളവരെ, ഇരുൾ പിടികൂടാൻ മഷികാതൻ പ്രഭയിൽ ചേർന്ന് നടക്കുവാൻ അത് അല്പം പ്രയാസമുള്ള കാര്യമാണ്, അത്ര എളുപ്പമല്ല. അങ്ങനെ ചേർന്ന് നടക്കുമ്പോൾ ഈ ശിഷ്യന്മാരെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും ഒരു പുതിയ മാനം, പുതിയൊരു അർത്ഥം വരിക. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രയാസമുള്ള കാര്യമാണ്. കഷ്ടതയും പ്രയാസവും ഒക്കെ വരും. പക്ഷെ അതിനും അപ്പുറം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ശിഷ്യന്മാരെ പോലെ ഒരു ജീവൻ്റെ ഒരു കിരീടമാണ്, നിത്യ ജീവനാണ്, കർത്താവിനുള്ള വാസമാണ്. നമുക്കറിയാം, ഈ ശിഷ്യന്മാർ, ഈ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച് ബാക്കി എല്ലാവരും, ഈ യൂദായിക്ക് പകരം മത്യാസിനെ തിരഞ്ഞെടുത്തു. അവരെല്ലാവരുടെയും അവരുടെ രക്തസാക്ഷിത്വമായിരുന്നു മനസ്സിലായി. അതായത് പത്രോസ് പറയുകയാണ്, എൻ്റെ കർത്താവിനെ, അവർ മരിക്കാൻ തയ്യാറാണ്, ഈ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. പറയുകയാണ്, എനിക്ക് എൻ്റെ കർത്താവിനെ എങ്ങനെ ക്രൂശിച്ചു അതുപോലെ തലകീഴായി കർത്താവിൻ്റെ പാദം ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ ക്രൂശിക്കുന്നത്. അതുപോലെ ചില ശിഷ്യന്മാരെയൊക്കെ ഈ കുതിരകളെയൊക്കെ 2 വശത്ത് നിർത്തി കയറുകൊണ്ട് പിടിച്ച് ഇരുവശത്തേക്ക് ഓടിക്കുകയാണ്, കാലും കൈയും ഒക്കെ കെട്ടി. നമുക്കറിയാം. അതുപോലെ ചിലരെയൊക്കെ തൊലി ഇരിച്ചാണ്. അതൊക്കെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. കാരണം എന്താ? ക്രിസ്തുവിന് വേണ്ടി മരിക്കുമ്പോൾ അവർക്ക് അവിടെ അവകാശമായി വെച്ചിരിക്കുന്നത് നിത്യ ജീവനാണ്, നിത്യപ്രകാശമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഉത്സവത്തിൻ്റെ മഹാദിനമായ കൂടാരപ്പെരുന്നാളിൻ്റെ എന്ന് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവന് ജീവൻ്റെ നദിയൊഴുകും. 2000 വർഷത്തിന് ഇപ്പുറവും ഇന്നും ഈ ശിഷ്യന്മാർ ഒരു നദിയായി നമ്മുടെ കൂടെ ഒഴുകുകയാണ്, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒഴുകുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് അത് എതിലേക്ക് ഒഴുകുന്നു. അവരെയൊക്കെ ഇരുകരകളെയും ഫലഭൂഷ്ടമായിക്കൊണ്ട് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. ഇങ്ങനെ ഈ ശിഷ്യന്മാർ ഒരു നദിയായി നമ്മുടെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ളവരെ നമുക്കും ഇതുപോലെ നദിയായി ഒഴുകാൻ കഴിയും. നമ്മുടെ മരണശേഷവും നിത്യ ജീവൻ്റെ ആ അവകാശത്തിലേക്ക് ചേർന്ന് കഴിയുമ്പോഴും നമ്മളും അനേകരുടെ മനസ്സിൽ ഒരു നദിയായി ഒഴുകുവാൻ തക്കവണ്ണം അതിന് ഈ കർത്താവിനെ പിൻപറ്റുവാൻ നമുക്ക് കഴിയണം. ഇരുൾ പിടികൂടാൻ മഷികാതൻ പ്രഭയിൽ ചേർന്ന് നടക്കുവാൻ കഴിയണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.